ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആർക്ക് സർവൈവൽ ഇവോൾവ്. ഗൈസ്, അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്കൊരു പുതിയൊരു ബേസ് പണിയണം. അതുപോലെ തന്നെ ഞാൻ എന്തായാലും സ്റ്റോണിൻ്റെ ബേസാണ് പണിയാൻ പോകണം. ഞാൻ ആദ്യം വുഡിൻ്റെ ഒരു ബേസ് പണിയാന്ന് വിചാരിച്ചു, പക്ഷേ ആ ഭാഗത്ത് സ്പൈനും കാര്യങ്ങളൊക്കെ സ്പോണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വുഡിൻ്റെ പണിത് കഴിഞ്ഞാൽ ചെറിയൊരു ടാസ്ക്കാണ്. കാരണം സ്പൈനൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു കടി കടിക്കുമ്പോൾ തന്നെ വുഡ് മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോണിൻ്റെ ഒരു വലിയൊരു ബേസ് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഒരു ഡ്യൂഡിക്കൂറസിനെ പിടിക്കണം. ഡ്യൂഡിക്കൂറസ് അതിനെ പിടിക്കണം. അത് അത്യാവശ്യം നല്ല സ്റ്റോണ് കളക്ട് ചെയ്യും. അപ്പോൾ അതിനാണ് നമുക്കിന്ന് ടൈം ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബേസിലോട്ട് പോട്ടെ. ഞാൻ ഈ കാസ്റ്റേഴ്സിനെ കൊണ്ട് പോയതാണ് പണിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേണ്ട, കാസ്റ്റേഴ്സിനെ വെച്ച് പണിത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാസ്റ്റേഴ്സ് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം നമുക്ക് പോട്ടെടുക്കാം. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടെ. നമ്മുടെ അമ്പും വില്ലും എല്ലാം എടുക്കണം. ഒരു 100 ഇതെടുത്തിട്ടുണ്ട്, നാർക്കോട്ടിക്സ്. പിന്നെ അത് അമ്പും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി ക്രോസ്ബോ ഇതല്ലേ നമ്മുടെ അസൻഡൻറ്റ് ക്രോസ്ബോ ഇതും എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. സൂതിങ് ബോംബ് എടുത്തില്ലല്ലേ? സൂതിങ് ബോംബ് എവിടെ? അയ്യോ, അതില്ലേ ഗൈസ്, സൂതിങ് ബോംബ് തീർന്നു പോകുന്നു കേട്ടാ. എടാ, നമ്മളിനിപ്പോൾ കേവി പോകണം. ടാസ്ക് ഉണ്ട്. കേവിലൊന്ന് കയറണം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 10-20 സൂതി ബോംബ് എടുത്ത് വെക്കണം കേവി കയറിയിട്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള എല്ലാം ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിയും. നമുക്ക് എന്തായാലും മലപ്പൊക്കത്ത് കൊണ്ടുപോയിട്ട് ടൈം ആക്കാം കേട്ടോ. ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്തായാലും ടൈം ആക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹൈ ലെവലിൽ ഡ്യൂഡിക്കൂറസിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനാണ് കേട്ടോ ടാസ്ക്. റെഡ് ബൂട്ട്സിൽ ഉണ്ട് അത്യാവശ്യം ഗൈസ്. പിന്നെ ഞാൻ ഗ്രാഫിക്സ് ഫുള്ള് കുറച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര അതാ നിൽക്കുന്നത് ഒരെണ്ണം 180. ഓക്കെ, 180ഉം 40ഉം ആണ്. എന്തായാലും ഇത് രണ്ടും നമുക്ക് വേണ്ട. നെക്സ്റ്റ് ഗൈസ്, ഡിയോഡിക്കൂർസ് എല്ലാം ലോ ലെവലാണ്. അതാണ് വേറൊരു പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഒരു 180 നമ്മൾ കണ്ടതാ, ഒരു 20 ഉണ്ടല്ലേ ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാം ഇതാ ലോ ലെവലാണ്. ഞാനിപ്പോൾ എന്തായാലും ഒരു ഹൈ ലെവലിനെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വരാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്കൊരു മാക്സ് ലെവൽ ഡ്യൂഡിക്കൂറസിനെ കിട്ടിയിട്ടുണ്ട്. ഇതാ ലെവൽ 300 ലെവൽ ഡ്യൂഡിക്കൂറസ്. ഇനിയിപ്പോൾ നേരെ മലപ്പൊക്കത്തോട്ട് പോവുക. പിന്നെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ടൈം ആക്കാനായിട്ടുള്ള സംഭവങ്ങളില്ല. കാരണം ആരോസ് 63 ഉള്ളൂ. ഇതിന് മിക്കവാറും 61 ആരോസ് തികയുമോ എന്നെനിക്കറിയില്ല ഗൈസ്. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആരോസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരണം. ബേസിൽ പോയിട്ട് കുറച്ചുകൂടെ ആരോസ് ക്രാഫ്റ്റ് ചെയ്യുക, എന്നിട്ട് വരണം. എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റേ സംഭവം ക്രാഫ്റ്റ് ചെയ്യാനും പറ്റിയില്ല. നമ്മുടെ ലോങ് നെക്ക് റൈഫലിലെ ട്രാങ്കുലൈസർ ഡാർട്ട് ഉണ്ട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചതില്ലേ. ആ സംഭവം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്തായാലും കുറച്ചുകൂടെ ആരോസ് വേണ്ടി. അസൻഡൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വീഴുന്നൊരു ഇതുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഹെൽത്ത് പോകുന്നല്ലാണ്ട് പെട്ടെന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ലോങ് നെക്ക് റൈഫലിൻ്റെ ആമോസ് ഇല്ല, അത് കുറച്ച് ഉണ്ടാക്കുക, എന്നിട്ട് വരാം നമുക്ക്. ഓക്കെ, ഒരു അസൻഡൻറ്റ് വെപ്പൺ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ഹൈ ലെവൽ സാധനം ഞാൻ ഓൾറെഡി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. അതുവരെ ഈവൻ ഈ ഒരു ഭാഗത്ത് സേഫ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. പിന്നെ ഈ ഭാഗത്ത് അധികം ഡൈനോസൊന്നും സ്പോണാവൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ സ്പോണാത്തതാണ് അധികം ഡൈനോസ്. പിന്നെ എൻ്റെ ഒരു ഇതുകൊണ്ട് സ്പോണാവോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഇവിടെ സ്പോണാവറില്ല ഗൈസ്. ഇതാ നമ്മുടെ പഴയ ട്രാപ്പ് ഇതാ കിടക്കുന്നതാ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനിവിടെ കിടക്കട്ടെ. നമുക്കെന്തായാലും ബേസിലോട്ട് പോവുക, എന്നിട്ടൊരു ഹൈ ലെവൽ നമ്മുടെ ട്രാങ്കുലൈസർ ഡാർട്ട് അങ്ങോട്ട് പണിയുക, എന്നിട്ട് വരിക ഗൈസ്. അപ്പോൾ ഞാനേ നമ്മുടെ ടെറേനെ റീകോൾ ചെയ്ത്, കാരണം നമുക്ക് വേഗം പോയി വന്നല്ലോ. പിന്നെ ഒരു ട്രാപ്പ് പോലെ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആർജനെ മേത്ത് കയറിയിട്ടേ ഇവനൊന്ന് ട്രാപ്പിലാക്കണം. കാരണം ഇവനിങ്ങനെ നടന്ന് ദൗടം വരെ എത്തി. ഇനിയിപ്പോൾ ഇവൻ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് സേഫായിട്ട് വെക്കണം ഇവനെ. എവിടെ കറക്റ്റ് ട്രാപ്പിൽ വീഴ്. ഓക്കെ, കറക്റ്റ് ഞാൻ ട്രാപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നീ അവിടെ നിൽക്കേ, ഞാൻ എന്തായാലും പോയിട്ട് നിനക്ക് ഉള്ള പണിയായിട്ട് വരാം. ഓക്കെ, ഇനിയിപ്പോൾ നീ ആ ട്രാപ്പിൽ കുറച്ച് നേരം നിൽക്കുക, ഞാൻ പോയിട്ട് വേഗം വരാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ആർജയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പോയിട്ട് സാധനങ്ങളൊക്കെ പണിതിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ലോങ് നെക്ക് റൈഫലിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങുക. നമ്മൾ സ്ലീപ്പിംഗ് മെത്തേഡിലാണ് നമ്മൾ എന്തായാലും ടൈം ആക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കിടക്കുക.
ഇവിടെ കിടക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വെട്ടം വെയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഏതൊരു മൂലക്കയിലോട്ട് പോവാം. ഈ ഒരു മൂലക്കെ കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. ആഹാ, അങ്ങനെ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു മൂലക്കെ പെട്ടിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്നിപ്പോൾ നമുക്ക് കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ ഡൂഡി കോഴ്സിൻ്റെ ഫുഡ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടാവും. പിക്കപ്പ്. ഇനി നമുക്ക് നമ്മുടെ നോക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. 1. ഇതിപ്പം മിക്കവാറും പെട്ടെന്ന് വീഴുമായിരിക്കും. ഇതിൻ്റെ റീലോഡിൻ്റെ ടൈമാണ് ചെറിയൊരു പ്രോബ്ലം ഇട്ട് വരുന്നത്. അവൻ അടി തുടങ്ങി, ഡൂഡി കോഴ്സ് അടി തുടങ്ങി. 3. ഇപ്പം മിക്കവാറും ഒരു 5 അടി, നമുക്കൊരു 10 അടി അടിച്ചിട്ട് നമുക്ക് നോക്കാം എന്തോരായെന്ന്. 4. തലക്ക് നോക്കി അടിക്കണം അവൻ്റെ. ഇനിയിപ്പോൾ ഒരു അടി അടിക്കാൻ, എന്നിട്ട് നേരെ തിരിയട്ടെ, തലക്ക് ഒരെണ്ണം കൊടുക്കുക. 5. ഒരെണ്ണം കൂടെ, ഇതുകൂടെ അടിച്ചിട്ട് നമുക്ക് എന്തോരം ടോർപ്പറായി നോക്കാം. ആദ്യം ഇത് റീലോഡ് ആവട്ടെ. നമ്മുടെ ലോങ് നെക്ക് റൈഫിൽ ഒന്ന് റീലോഡായിട്ട് നമുക്ക് എന്തോരം ടോർപ്പർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ടോർപ്പർ നോക്കിയേ, ഹെൽത്ത് തീരെ പോയിട്ടില്ല. ഹെൽത്തും പോയല്ലേ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം അയ്യോ ഇതാ വരുന്നവൻ. പക്ഷെ അവൻ ഓടിയെത്തൂല. ഇവർക്ക് പൊതുവെ സ്പീഡ് കുറവാണ്. ഈ ഡൂഡി കോറസ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ സ്പീഡ് പൊതുവെ കുറവാണ്. അവൻ വീഴാറായി കേട്ടോ. അത് തിരിഞ്ഞോടുന്ന് വീഴ്. ഇല്ല, ഒരടി കൂടെ ഉള്ളൂ. ആ ഒരടിയിൽ അവൻ വീഴും മിക്കവാറും. വീഴടാ. അവൻ ഓടിപ്പോകുന്നതാ. നോക്കി അടിക്കട്ടെ, കാരണം 300 ലെവലാണ്. എനിക്ക് ടൈമിങ് എഫിഷ്യൻസി കുറക്കാൻ വയ്യ. ഓക്കെ, ഈ ഒരു അടി കൂടെ ഉള്ളു ഗൈസ്. ഈ ഒരു അടി കൂടെ നമ്മുടെ ഡൂഡി കോഴ്സ് അങ്ങനെ വീഴുന്നതായിരിക്കും. നോക്ക്. യെസ്, ലെറ്റ്സ് ഗോ. യെസ്, ഫൈനലി നമ്മുടെ ഡൂഡി കോഴ്സ് അങ്ങനെ നോക്കായിട്ടുണ്ട്. ലെവൽ 300. എത്ര കിട്ടും? 150 പ്ലസ് കിട്ടും. നൈസ്. ഇനിയിപ്പോൾ നമുക്ക് സൂതിമോം ഇട്ട് കൊടുക്കുക, നമ്മുടെ ഫുഡ് ഇട്ട് കൊടുക്കുക. 1 കണ്ട, ഇപ്പോൾ പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്. അടിയത്തെ സാധനം നീങ്ങാത്തത് കൊണ്ട് ഈ സ്ലീപ്പിംഗ് മെത്തേഡ് നമുക്ക് ടൈം അയക്കാൻ ഒരു ഉപകാരം ഇതാണ്. പെട്ടെന്ന് അങ്ങോട്ട് ടൈമായി കിട്ടും. മറ്റേന്ന് വെച്ചാൽ അടിയത്തെ വെള്ള വരാതെ ഫുള്ളാവണം, എന്നാലും 1% കയറുള്ളൂ. വീണ്ടും ഫുള്ളാണ്, അങ്ങനെ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ അതാ പെട്ടെന്ന് കയറി നോക്കിയേ. 44, 49. കാരണം ഇത്തിരി ഇപ്പോൾ എന്തോ 5-6 പോയിന്റ്സ് വെച്ചിട്ടാണ് ആവുന്നതെങ്കിലും പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്. 149 പ്ലസ് ഇട്ട് എന്നാലും കുഴപ്പമില്ല. ഇതാണ് ടൈമിങ് എഫിഷ്യൻസി കുറയുന്നുണ്ടാ. നമ്മുടെ മറ്റേ കിബിളൊക്കെ വെച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈം ആവും. ഒരു 3-4 കിബിളിൽ പെട്ടെന്ന് ടൈം ആവും. ഓക്കെ, ഫൈനലി നമ്മുടെ ഡൂഡി കോറസ് അങ്ങനെ ടൈം ആയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ടൈംഡ്. യെസ്, ലെവൽ 449 ഡൂഡി കോറസ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡൂഡി കോഴ്സിന് സാഡിൽ പണിയണം. അതെല്ലാം നമ്മൾ നമ്മുടെ ബേസിക് പോർട്ടാണ് പണിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബേസിക് ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ബേസിക് പോർട്ട് വരാം ഗൈസ്. അപ്പോൾ നേരമൊക്കെ വെളുത്ത് ഞാൻ നമ്മുടെ ഡൂഡി കോഴ്സിനെ റീകോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാഡിൽ പണിയണം. സാഡിൽ എത്രയിലാണ് നോക്കട്ടെ. ഓക്കെ, ലെവൽ 34 നമ്മുടെ ഡൂഡി കോഴ്സിൻ്റെ സാഡ് അൺലോക്ക് ആവുന്നത്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പണിയണ്ടേ, ക്രാഫ്റ്റ് ചെയ്യണ്ടേ. ഇനിയിപ്പോൾ എന്തൊക്കെ ഐറ്റംസ് വേണോ നോക്കട്ടെ കേട്ടോ. 200 ഹൈഡ്, 110 ഫൈബർ, 15 സ്റ്റോണ്, 5 മെറ്റലും കൂടി. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും വേഗം ഒന്ന് പണിതിട്ടും വരാം. നമ്മുടെ ഡൂഡി കോഴ്സ് റീകോൾ ആയിട്ടുണ്ട്. ഞാനൊന്ന് വേഗം പോയി പണിയട്ടെ കേട്ടോ. കുറച്ച് അത്യാവശ്യം ടൈം എടുക്കും പണിയാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡൂഡി കോഴ്സിന് സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എക്യുപ്പ്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ മറ്റേ വാലുകൊണ്ട് ഒരൊറ്റ അടി ഉണ്ടാവൻ്റെ, അതാണ് സാധനം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കല്ലൊക്കെ അടിച്ചിട്ട് നമുക്ക് എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഈ ഡൂഡി കോഴ്സിന് വേറൊരു സംഭവം ഉണ്ട്. ഇതാ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് മുകളിൽ സ്വൈപ്പ് ചെയ്താൽ ഇങ്ങനെ ഉരുണ്ട് പോകും. അവൻ ഉരുണ്ടിങ്ങനെ പൊക്കോളും. കുറേ ദൂരം നമുക്ക് ഉരുണ്ട് പോകാൻ പറ്റും. ഒരൊറ്റടി 205 കിട്ടിയല്ലേ, അമ്പോ. ഇനിയിപ്പോൾ എന്തായാലും ഒരു സ്റ്റോണിൻ്റെ ഒരു ബേസ് ഞാൻ പണിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഡൂഡി കോഴ്സ് ഇവനെന്തായാലും നല്ല പണിയായിരിക്കും. പിന്നെ പെട്ടെന്ന് ഇവൻ എന്തായാലും ലെവലപ്പ് ആവും. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകതരം സാധനം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഓരോ സമയം ഓരോ കല്ല് കുത്തുമ്പോൾ ഓരോ കാട്ടോടും. ഇപ്പോൾ ഒരു കാട്ടോട്ടില്ലേ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 2 കല്ല് കുത്തിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും ഒരു കാട്ടോടും. ഈ ഒരു കല്ല് കുത്തി, ഇനിയിപ്പോൾ അതാ ഒരു കല്ലും കൂടെ കുത്തിക്കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഒരു കാട്ടോടും. ഇതാ കാട്ടം പോരട്ടെ, കാട്ടം ഇട്ടില്ലേ, ഇടേണ്ടതാണല്ല. എപ്പം നോക്കിയാലും ഇവന് ഇതാണ് പണി. കുറേ ഇവനിങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കും. ഇവന് ഇത് തന്നെ പണി. ഇവന് നോക്കൂ, ഇപ്പോൾ പറഞ്ഞോടും. ഇട്ടില്ലേ, ആയിട്ട് ഇതാ കണ്ടില്ലേ, അവൻ ഓരോ സമയത്ത് അവൻ ഓരോന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കും. ഇനി കല്ല് വലുതാണോ ഇന്ന് ഇതായിട്ട് പോകുന്ന, ഉരുണ്ടാ നിൽക്കുന്ന. ഓക്കെ, ലെവലപ്പ് വന്നിട്ട് നേരത്തെ 1 മിനിറ്റ് നമുക്ക് എന്തായാലും ഈ ഒരു ഇതും കൂടെ ഒന്ന് അടിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കട്ടെ.
ഇതിപ്പോൾ 190. നേരത്തെ 200 അടുത്ത് കിട്ടിയില്ല നമുക്ക്. എന്തായാലും ലെവലപ്പ് നമുക്ക് മില്ലി ഡാമേജ് കൂട്ടാം. മില്ലി ഡാമേജ് 720 ഉണ്ടല്ലേ. വാ, ആനിമേഷനൊന്നുമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ആനിമേഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നേരെ ഒരു കല്ലിന് കുത്തി നോക്കട്ടെ. 168, നേരെ 190 ആയിരുന്നു. വാ വാ വാ. ഇനി ടെറർ ബണ്ട് ഒരൊറ്റടി കൊടുക്കട്ടെ മോനെ. 700 ഡാമേജ് ഉള്ളതാ. അയ്യോ, ഇവിടെ അടിയടെ തിരിച്ച് നോക്കി നിൽക്കല്ലേ. തീർന്നേ. നമ്മളോട് അവൻ്റെ കളി. പിന്നെ അല്ലാണ്ട് ഡാമേജ് വെറുതെ കൂട്ടിയത് വെറുതെ വിചാരിച്ചാ. ഇവനെ കളക്ട് ചെയ്യുന്നുണ്ടല്ലേ സംഭവങ്ങളൊക്കെ. 1300 ഇപ്പം തന്നെ നമ്മുടെ ഇത് കല്ല് കൊത്തിയത്. 216. നേരത്തെ മാക്സിമം 208 അങ്ങനെ എന്താണ് തോന്നുന്നത് കയറിയത്. എന്തായാലും മില്ലി ഡാമേജ് ഇങ്ങനെ പമ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു ലെവൽ വന്നിട്ടുണ്ട്. ലെവൽ എത്രയ്ക്ക് ഇപ്പം 451. ഇത് ഫുള്ള് 1700 അടുത്തായി ഇപ്പം നമ്മുടെ സ്റ്റോൺ കളക്ട് ചെയ്യുന്നത്. ഇത് പിന്നെ വേറൊന്നും കളക്ട് ചെയ്യില്ല കേട്ടോ. നമ്മുടെ വുഡാ, വേറെ ഐറ്റംസ് ഒന്നും കളക്ട് ആക്കൂല. വീണ്ടും കാട്ടൂട്ടില്ല അതായിട്ട്. ഇവൻ ഇത് തന്നെ പണി. ഇവന് ഇറച്ചി കളക്ട് ചെയ്യുമോ? ഇറച്ചിയൊന്നും കളക്ട് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇറച്ചിയൊന്നും കളക്ട് ചെയ്യില്ല. വേറെ ഒരു ഐറ്റംസും ഇവൻ കളക്ട് ചെയ്യൂല. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൽ പോകണം. വെള്ളത്തിൽ പിന്നെ അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡൂഡിക്കൂറസിന് വെള്ളത്തിലും നല്ല സ്പീഡ് ഉണ്ട്. ഇനിയിപ്പോൾ ആ മരം കൂടെ അടിക്കുന്ന ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വിളിച്ച് നിർത്താം. ഉരുണ്ടൂരിൽ പോകുന്നത് എന്താ ക്യാനം ബോൾ. അതിനിപ്പോൾ ഒരു ഉരുളിച്ചുണ്ട് ഇവന്. വീണ്ടും കാട്ടൂട്ട തന്നെ പണി ഇവനാ. ഇവനെ ഞാൻ പിടിച്ച് തന്നെ പിടിച്ചപ്പോൾ മുതൽ ഇവൻ തുടങ്ങിയതാണ് കാട്ടൂടാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു മരത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വുഡ് വീണ്ടും കാട്ടൂട്ടു. ഇനിയിപ്പോൾ വുഡ് കളക്ട് ചെയ്ത് നോക്കാം. വുഡ് കളക്ട് ചെയ്യും. താച്ചാളെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, താച്ചും വുഡും കളക്ട് ചെയ്യുന്നു. പക്ഷേ നമുക്ക് എന്തായാലും അതിനൊക്കെ വേറെ ആളുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിലൊന്ന് നീന്തി നോക്കാം. വെള്ളത്തിൽ അത്യാവശ്യം നല്ല സ്പീഡാണ് ഇവന്. ഓൾറെഡി നല്ല കരടി. ഇനി വെള്ളത്തിൽ നിന്നിട്ട് ഈ കരടേനും കൂടെ കൊന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് കളിച്ചത്. കാട്ടൂട്ടു. വെള്ളത്തിലും അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. കൊള്ളാം ഇവൻ എന്തായാലും. ഇനിയിപ്പോൾ ഒരു കരടിക്കുട്ടൻ ഉണ്ട് അവിടെ. കരടിനൊക്കെ പിടിക്കണം എന്തായാലും. കരടിനെ നമ്മൾ ഇതുവരെ ടൈം ആക്കിയിട്ടില്ല തോന്നുന്നല്ലേ, അറിയില്ല കറക്റ്റായിട്ട്. ഒരു കരടിക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബടാ ലെവൽ 30 ലെവൽ കരടിക്കുട്ടൻ. കരടിക്കുട്ടൻ ഇപ്പം തന്നെ തീരും കേട്ടോ. 2 അടിക്കുള്ളിൽ ഉണ്ടാവുള്ളൂ മിക്കവാറും. 130 ഹെൽത്ത്. കാട്ടൂട്ടു കഴിഞ്ഞ്. കരടിക്കുട്ടൻ തീർന്ന്. ഒരു കാട്ടൂട്ടവൻ. കാട്ടൂട്ട തന്നെ വണ്ണിവനെ പിടിച്ച പുല്ല് തുടങ്ങിയതാ കാട്ടൂടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തായാലും ഇന്നൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. നിങ്ങൾക്കും അടിപൊളി എപ്പിസോഡ് ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വ്യൂസൊക്കെ തീരെ കുറവാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ ഇടാം. വ്യൂസ് കയറുമായിരിക്കും. നല്ലതല്ല. ഇനിയിപ്പോൾ ആൾക്കാരെ പിടിക്കാനുണ്ട്. സ്പൈനോ ബാക്കി എന്തോരം ആൾക്കാരെ പിടിക്കാനുണ്ട്. എല്ലാവരെയും പിടിക്കും. എല്ലാവരെയും പിടിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. സബ് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.